മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൗപർണിക നദിയിൽ സ്നാനം ചെയ്യുക എന്നുള്ളതാണ്. പുണ്യനദിയിൽ സ്നാനം ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഇവിടെ എത്താൻ സാധിച്ചതിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം കിഴക്കേ നട വഴി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബലമുറി ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇടതും വലതുമായി അമ്മയുടെ 2 ദ്വാരപാലകരുണ്ട്. ഇവിടെ എത്താൻ സാധിച്ചതിൽ ആ 2 ദ്വാരപാലകരെയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ദീപസ്തംഭവും കൊടിമരവും വന്ദിച്ച് നാലമ്പലത്തിനുള്ളിൽ കയറി ദേവിയുടെ വാഹനമായ സിംഹവാഹിനിയുടെയും ആ പുണ്യ ദർശനം മേടിച്ച് പ്രാർത്ഥിച്ച് വലം വെച്ച് വരുമ്പോൾ ഒരു ചെറിയ ഗണപതിയുടെ മുൻപിലെത്തും. അവിടെയും പ്രാർത്ഥിച്ച് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിൽ നേരെ പുറകിൽ പടിഞ്ഞാറ് ഭാഗത്ത് ശങ്കരാചാര്യ സ്ഥാനത്തെത്തി ആചാരവന്ദനവും ഗുരുവന്ദനവും നടത്തി ക്ഷേത്രത്തിൽ നിന്നും നാലമ്പല ദർശനം പൂർത്തിയാക്കി നമുക്ക് പുറത്തേക്ക് എത്താവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഉപദേവതാമൂർത്തിയായ സുബ്രഹ്മണ്യനെ ദർശിച്ച് ക്ഷേത്രത്തിന് നേരെ പുറകിലെത്തി പ്രാണലിംഗേശ്വരനെയും നഞ്ചുണ്ടേശ്വരനെയും പാർത്ഥേശ്വരനെയും പഞ്ചമുഖ ഗണപതിയെയും ആഞ്ജനേയനെയും വെങ്കടാരമണനെയും ദർശിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീരഭദ്ര ദർശനം നടത്തേണ്ടത്. വീരഭദ്ര ഭഗവാനെ ദർശിക്കുമ്പോൾ ഈ ദർശനം മുഴുവനായും പൂർണ്ണമായ അനുഗ്രഹങ്ങൾക്കുള്ളതാകണമെന്നും പൂർണ്ണമായി രക്ഷ നൽകണമെന്നും പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് സരസ്വതി മണ്ഡപത്തിലെത്തി സരസ്വതീ ദേവിയെ വന്ദിച്ചുകൊണ്ട് ആദ്യാക്ഷരം കുറിക്കാവുന്നതാണ്. പിന്നീട് രാവിലത്തെ തീർത്ഥം പ്രസാദം ത്രിമധുരം വാങ്ങുക, ഉച്ചസമയത്ത് സാക്ഷാൽ അന്നപൂർണയായ അമ്മയുടെ പ്രസാദം കഴിക്കുക, രാത്രി സമയത്ത് ഔഷധ കഷായം കുടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അമ്മയുടെ ദർശനം സമ്പൂർണ്ണമാവുന്നതാണ്.